ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സെയിൽഫോഴ്സ് മലയാളം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കാണ് ഫോർമുല ഫീൽഡ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ മാസം അതായത് 15-ാം തീയതി മുതൽ നമ്മൾ പുതിയൊരു ഡെവലപ്മെൻറ്റ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സെയിൽഫോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, എക്സ്പെഷ്യലി സെയിൽഫോഴ്സ് ഡെവലപ്മെൻറ്റ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതേപോലെ തന്നെ സെയിൽഫോഴ്സ് അഡ്മിനിസ്ട്രേഷൻ അറിയണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഈ ഒരു കോംപ്രിഹെൻസീവ് ലേണിംഗ് കോഴ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ഫ്രഷറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടാണ്. കൂടുതൽ ഡീറ്റെയിൽസിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു സെയിൽഫോഴ്സ് മലയാളം. അപ്പോൾ എന്താണ് ഫോർമുല ഫീൽഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർമുല ഫീൽഡ് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ഫീൽഡ്സ് ആണ്. ഫോർമുല ഫീൽഡ്സിൻ്റെ വാല്യൂസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ലോജിക്കൽ എക്സ്പ്രഷൻ്റെ ബേസിസിൽ സെയിൽഫോഴ്സ് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇതൊരു റീഡ് ഓൺലി ഫീൽഡാണ്. അതായത് ഇതിനകത്ത് ഫീൽഡിൻ്റെ വാല്യൂ നമുക്ക് എഡിറ്റ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല. പക്ഷേ ബേസ്ഡ് ഓൺ അതർ ഫീൽഡ്സിൻ്റെ ഒബ്ജക്റ്റ് അത് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതിൽ വാല്യൂ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൺ സേവിങ് ആയിരിക്കും. അതായത് നമ്മൾ ഒരു റെക്കോർഡ് സേവ് ചെയ്യുമ്പോഴായിരിക്കും ഫോർമുല ഫീൽഡിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് കസ്റ്റം ഒബ്ജക്ട്സിലും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഒബ്ജക്ട്സിലും ഒരേപോലെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരു ഫോർമുല ഫീൽഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ഇപ്പം ഞാനൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. സോ ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു ആപ്പ് ലോഞ്ചർ ക്ലിക്ക് ചെയ്യണം. ഇവിടുന്ന് ഞാൻ ഓപ്പർച്യൂണിറ്റി എന്ന് സെർച്ച് ചെയ്യാം. സോ നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടും. നമുക്കിനി ഈ ഓപ്പർച്യൂണിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് റെക്കോർഡ്സ് കാണാൻ പറ്റും. ഓൾ ഓപ്പർച്യൂണിറ്റി ഞാൻ എടുത്തു. ഒരുപാട് റെക്കോർഡ്സ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ ഏതെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതിനകത്ത് ഡീറ്റെയിൽ പേജിനകത്ത് നമുക്ക് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഫീൽഡ്സുകളും കാണാൻ പറ്റും. അതുപോലെ ഫീൽഡിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന വാല്യൂസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, എക്സ്പെക്റ്റഡ് റവന്യൂ എന്ന് പറയുന്ന ഒരു ഫീൽഡുണ്ട്. ഇതിൽ ഈ ഒരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഓട്ടോമാറ്റിക്കലിയാണ്. അതായത് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന മറ്റ് കുറച്ച് ഫീൽഡുകൾ, അതായത് എമൗണ്ട്, ക്ലോസ്ഡ് ഡേറ്റ്, അതുപോലെ നെക്സ്റ്റ് സ്റ്റെപ്പ് തുടങ്ങിയ മറ്റ് ഫീൽഡുകളുടെ ബേസിസിലാണ് ഈ എക്സ്പെക്റ്റഡ് റവന്യൂ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം, കണ്ടില്ലേ, എക്സ്പെക്റ്റഡ് റവന്യൂ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കി ഏതൊരു ഫീൽഡും എനിക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് എൻ്റെ ക്ലോസ്ഡ് ഡേറ്റും അതുപോലെ എൻ്റെ എമൗണ്ടിൻ്റെ വാല്യൂസിലും ഉണ്ടാകുന്ന വ്യത്യാസം അനുസരിച്ചിട്ട് കണ്ടില്ലേ, ഇതിൻ്റെ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാകും. നമുക്ക് നോക്കാം. ഇത് ഞാൻ വേറൊരു വാല്യൂ കൊടുക്കാം, സംതിങ് ലൈക്ക് ദിസ്, ആൻഡ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, നമ്മുടെ എക്സ്പെക്റ്റഡ് റവന്യൂവിലും ആ ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരം ഫീൽഡുകളെയാണ് നമ്മൾ ഫോർമുല ഫീൽഡ്സ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഒരു ഫോർമുല ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിലേക്ക് പോകാം. ഇവിടുന്ന് ഈ ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ഒബ്ജക്റ്റ് പോകാം. ഇവിടുന്ന് നമുക്ക് കണ്ടില്ലേ, നമ്മളിപ്പം ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ സെറ്റിങ്സിൽ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫീൽഡ്സ് ആൻഡ് റിലേഷൻഷിപ്പിൽ പോയി ഇവിടുന്ന് ന്യൂ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞു ഇത് ഓൾറെഡി ഇതൊരു കൈൻഡ് ഓഫ് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് കണ്ടോ, ഇവിടെ നമുക്ക് ഫോർമുല എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫോർമുല ഫീൽഡ്. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, നമുക്കിനി ഒരു ഫോർമുല ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം. ഓൾ റൈറ്റ്, നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓക്കെ, നമുക്ക് ഇപ്പോൾ ഈ ഒരു ഡീറ്റെയിൽ പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്ലോസ്ഡ് ഡേറ്റ് കാണാം. ഓക്കെ, ഇത് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു വാല്യൂ ആണ് ഇതിനകത്ത്. എനിക്കിതിൻ്റെ വാല്യൂ മാറ്റി കൊടുക്കാൻ പറ്റും. ഓക്കെ, ലൈക്ക് ദിസ്. ഇനി എനിക്കൊരു ഫീൽഡ് വേണം. ഓക്കെ, എനിക്കൊരു ഡേറ്റ് ഫീൽഡ് വേണം. ഫോർ എക്സാമ്പിൾ എക്സ്പിറേഷൻ ഡേറ്റ്. ഞാൻ എപ്പോഴാണോ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 10 ദിവസത്തിന് ശേഷം അത് എക്സ്പയർ ആയി പോകണം. ഓക്കെ, അതാണ് എൻ്റെ റിക്വയർമെൻറ്റ്. ഇത് നമുക്ക് മാനുവലി നോർമൽ ഡേറ്റ് ഫീൽഡ് വെച്ച് ഫുൾഫിൽ ചെയ്യാൻ പറ്റും. എനിക്ക് ഇതേപോലൊരു ഡേറ്റ് ഫീൽഡ് ഉണ്ടാക്കാം. അതിൻ്റെ പേര് നമുക്ക് എക്സ്പയർ ഡേറ്റ് എന്നാക്കാം. പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഓരോ പ്രാവശ്യവും പുതുതായിട്ട് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു എക്സ്പയറേഷൻ ഡേറ്റ് എന്ന് പറയുന്ന ഫീൽഡ് മാനുവലി അപ്ഡേറ്റ് ചെയ്യണം. ഈ മാനുവലി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമുണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഒന്നുകിൽ എനിക്ക് ആ ഒരു ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം ഞാൻ ചിലപ്പോൾ മറന്നു പോയേക്കാം. അതായത് ഡേറ്റ നമുക്ക് മിസ്സായേക്കാം. ഇനി അതല്ല എങ്കിൽ എന്ത് ചെയ്യാം, നമുക്കതിന് ഈവൻ നമുക്കത് ഓപ്ഷണൽ അല്ലാതെ നമുക്കത് മാൻഡേറ്ററി ആക്കാൻ പറ്റും. പക്ഷേ മാൻഡേറ്ററി ആക്കിയാൽ പോലും കറക്റ്റ് ഡേറ്റ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ഡേറ്റ അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിയേക്കാം ചിലപ്പോൾ. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഓട്ടോമേറ്റ് ചെയ്യാം. ഓട്ടോമേറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഓട്ടോമാറ്റിക്കലിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ദാറ്റ് എറേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. ഓക്കെ, സോ വൺ ടൈം നമ്മളത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവറി ടൈം അത് പെർഫെക്റ്റ്ലി വർക്ക് ചെയ്തോളും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് മൈ എക്സ്പയറേഷൻ ഡേറ്റ്. ഓക്കെ, അതിന് എന്ത് ചെയ്യാം, നമുക്ക് ഓപ്പർച്യൂണിറ്റിയിൽ ഞാനിവിടെ എക്സ്പയറേഷൻ ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. എക്സ്പയറേഷൻ ഡേറ്റ്. ഇതൊരു താൽക്കാലികമായിട്ട് ഞാൻ കൊടുക്കുന്നൊരു പേരാണ്.
സോ ജസ്റ്റ് ഈ ഫോർമുല ഫീൽഡിൻ്റെ ഫംഗ്ഷനാലിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേര് എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ തൊട്ട് താഴെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഇതിനെ നമ്മൾ കസ്റ്റം റിപ്പോർട്ട് ടൈപ്സിലേക്ക് ആഡ് ചെയ്യണമെന്നാണ്. അതായത് നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ റിപ്പോർട്ട് ടൈപ്പിനകത്ത് ഓട്ടോമാറ്റിക്കലി ഈ ഫീൽഡ് വേണോ വേണ്ടയോ എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇറ്റ്സ് അപ് ടു യു. നിങ്ങൾക്കിത് സെലക്ട് ചെയ്യാതിരിക്കാം. അടുത്തത് നമുക്കിവിടെ ഒരു ഫോർമുല ഫീൽഡിൻ്റെ റിട്ടേൺ ടൈപ്പ് ഉണ്ട്. എന്താണ് റിട്ടേൺ ടൈപ്പ് എന്ന് ചോദിച്ചാൽ ഈ ഫോർമുല ഫീൽഡ് എന്ത് വാല്യൂ ആണ്, അഥവാ എന്ത് തരം വാല്യൂ ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്കിതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് ചെക്ക് ബോക്സ് കിട്ടും. ദാറ്റ് മീൻസ് നമുക്കൊരു ചെക്ക് ബോക്സിൽ അതായത് യെസ് ഓർ നോ അല്ലെ ട്രൂ ഓർ ഫോൾസ് എന്ന് പറയുന്ന 2 വാല്യൂസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു കറൻസി വാല്യൂ കിട്ടും, അല്ലെങ്കിൽ ഒരു ഡേറ്റ്, അല്ലെങ്കിൽ ഡേറ്റ് ടൈം, നമ്പർ, പെർസെൻറ്റേജ്, ടെക്സ്റ്റ് ഓർ ടൈം. ഇത്രയും ടൈപ്പ് ഓഫ് റിട്ടേൺഡ് വാല്യൂസ് നമുക്ക് ഈ ഒരു ഫോർമുല ഫീൽഡിൻ്റെ കാൽക്കുലേഷന് ശേഷം നമുക്ക് കിട്ടും. അപ്പോൾ ഏതൊരു വാല്യൂ ആണ് ഈ ഒരു ഫീൽഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്, ഏത് തരം വാല്യൂ ആണ് ഈ ഒരു ഫീൽഡ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. തൽക്കാലം എനിക്ക് ഡേറ്റ് ഫീൽഡാണ് വേണ്ടത്, കാരണം എക്സ്പയറേഷൻ ഡേറ്റ് ആണല്ലോ വേണ്ടത്. അപ്പം എപ്പോഴാണോ ഓപ്പർച്യൂണിറ്റി പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, ആ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തതിന് 10 ദിവസത്തിന് ശേഷമാണ് എൻ്റെ എക്സ്പയറേഷൻ ഡേറ്റ് ഞാൻ കൊടുത്തേക്കുന്നത് അല്ലേ. ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഡേറ്റ് കൊടുക്കാം, താഴോട്ട് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് നെക്സ്റ്റ് കൊടുക്കാം. ഓൾ റൈറ്റ്. ഇപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജ് കിട്ടും. ഇവിടെ നമുക്ക് സിമ്പിൾ ഫോർമുലയുണ്ട്, അതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫോർമുല എഴുതാൻ വേണ്ടി അഡ്വാൻസ്ഡ് ഫോർമുല ഉണ്ട്. സോ ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും അഡ്വാൻസ് ഫോർമുല തന്നെ യൂസ് ചെയ്യാനാണ്. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, നമുക്കിവിടെ ഒരു ഇൻസേർട്ട് ഫീൽഡ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കറൻ്റ്ലി ഏത് ഒബ്ജക്റ്റ് ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റിനകത്ത് ഫീൽഡുകളെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ആ ഫീൽഡുകളെ മാത്രമല്ല, ആ ഫീൽഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഒബ്ജക്റ്റുകളുടെ ഫീൽഡുകളെയും നമുക്കിതിൽ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ആ ഇൻസേർട്ട് ചെയ്യുന്ന ഫീൽഡുകളുടെ ബേസിസിൽ നമുക്ക് ഓപ്പറേഷൻസ് ആഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് പെർഫോം ചെയ്യാൻ പറ്റും. ഇനി റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഫങ്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഇൻ്റർഫേസ്. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണ്, എപ്പോഴാണോ ഒരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അതിന് 10 ദിവസത്തിന് ശേഷമാണ് എനിക്ക് ഈ ഡേറ്റ് വേണ്ടത്. അപ്പം എനിക്ക് ക്രിയേറ്റഡ് ഡേറ്റ് ആണ് മെയിൻലി വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ക്രിയേറ്റഡ് ഡേറ്റ് സെലക്ട് ചെയ്യാം. സോ ഞാൻ ഇവിടുന്ന് ഇൻസേർട്ട് കൊടുക്കുന്നു, ഓപ്പർച്യൂണിറ്റിയുടെ ക്രിയേറ്റഡ് ഡേറ്റ്. സോ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രിയേറ്റഡ് ഡേറ്റ് കാണാൻ പറ്റും. ക്രിയേറ്റഡ് ബൈ ഉണ്ട്, ക്രിയേറ്റഡ് ഡേറ്റ് അതായത്. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് നമുക്ക് കാണിക്കുന്നുണ്ട്. അതൊരു ഡേറ്റ് അഥവാ ടൈം, ഡേറ്റ് ഓർ ടൈം ഫീൽഡാണ്. നമുക്കിത് ഇൻസേർട്ട് ചെയ്യാം. സോ എനിക്കിവിടെ നിന്ന് ക്രിയേറ്റഡ് ഡേറ്റ് കിട്ടി. നമുക്ക് ടൈപ്പ് ചെയ്യാനും പറ്റും വേണമെങ്കിൽ. ഓക്കെ, ലൈക്ക് ദിസ് ക്രിയേറ്റഡ് ഡേറ്റ് ഇങ്ങനെ. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. ഇനി എന്താണ് വേണ്ടത്, എനിക്ക് ക്രിയേറ്റഡ് ഡേറ്റിൻ്റെ കൂടെ 10 ദിവസം കൂടിയ ഡേറ്റാണ് വേണ്ട. സോ എനിക്കിതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു ഓപ്പറേഷൻ ആഡ് ചെയ്യാം, ജസ്റ്റ് പ്ലസ് ഐക്കൺ. എത്ര ദിവസം, 10 ദിവസം. നമുക്കൊന്ന് നോക്കാം, ക്രിയേറ്റഡ് ഡേറ്റിൻ്റെ കൂടെ 10 ദിവസം, 10 എന്ന് പറയുന്ന നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന 10 ദിവസത്തിന് ശേഷമുള്ള ഡേ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അതിന് തൊട്ട് താഴെ നമുക്കിവിടെ സിൻടാക്സ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. താഴെ ഓക്കെ, നോ സിൻടാക്സ് എറർ, ഇറ്റ് വിൽ വർക്ക് ഫൈൻ. ഓക്കെ, ഇവിടെ നമ്മൾ ഫങ്ഷൻസ് ഒന്നും തന്നെ ഇപ്പം കറൻ്റ്ലി ഉപയോഗിച്ചിട്ടില്ല. കാര്യം എന്താ, നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് വളരെ സിമ്പിളാണ്. എന്താണോ എൻ്റെ ക്രിയേറ്റഡ് ഡേറ്റ് അതിൻ്റെ കൂടെ 10 ഡേയ്സ് ആഡ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇവിടെ നിന്ന് നമുക്കിപ്പം ലോജിക്സ് ഒക്കെ കറക്റ്റായി, അതുപോലെ സിൻടാക്സ് എററുകളൊന്നുമില്ല. അപ്പോൾ നമുക്കിന്ന് നെക്സ്റ്റ് പോവാം. ഞാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് നമ്മളടുത്ത് ചോദിക്കുന്നത് ഇതിൻ്റെ ഫീൽഡ് ലെവൽ സെക്യൂരിറ്റിയാണ്. അതായത് ഏതൊക്കെ പ്രൊഫൈൽസിലുള്ള യൂസേഴ്സിന് ഈ ഒരു ഫീൽഡ് കാണണം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മേക്ക് ഷുവർ നിങ്ങൾ ഈ അഡ്മിനിസ്ട്രേറ്റർ ചെക്ക് ചെയ്തിട്ടുണ്ടെന്ന് മേക്ക് ഷുവർ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. റെസ്റ്റ് ഓൾ നമ്മുടെ ബിസിനസ്സിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഞാനിപ്പോൾ തൽക്കാലം ഇതിൽ സെലക്ട് ഓൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ എല്ലാ പ്രൊഫൈലും, എൻ്റെ ഓർഗിനകത്തുള്ള എല്ലാ പ്രൊഫൈലിലും ഉള്ള യൂസേഴ്സിനൊക്കെ തന്നെ ഈ ഒരു വാല്യൂ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഓൾ റൈറ്റ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഏത് ലേഔട്ടിൽ വേണം ഈ ഒരു പെർട്ടിക്കുലർ ഫീൽഡ് എന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഞാൻ തൽക്കാലം പ്രത്യേകിച്ച് ഒന്ന് റിമൂവ് ചെയ്യുന്നില്ല, എല്ലാ ലേഔട്ടിലേയും ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സേവ് ഇറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫീൽഡ്, അതായത് നമുക്ക് എക്സ്പയറേഷൻ ഡേറ്റ് ഇവിടെ കാണാൻ പറ്റും. ലെറ്റ്സ് സെർച്ച് ഫോർ ഇറ്റ്. സോ എക്സ്പയറേഷൻ ഡേറ്റ് കണ്ടോ, എക്സ്പയറേഷൻ ഡേറ്റ്, അതിൻ്റെ ഫീൽഡ് ടൈപ്പ് നമുക്ക് എക്സ്പയറേഷൻ അണ്ടർസ്കോർ ഡേറ്റ് അണ്ടർസ്കോർ സി എന്ന് പറഞ്ഞു. അണ്ടർസ്കോർ സി ഡിഫൈൻ ചെയ്യുന്നത് ഇതൊരു കസ്റ്റം ഫീൽഡാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതൊരു ഫോർമുല ഫീൽഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊരു റീഡ് ഓൺലിയാണ്. ഇനി നമുക്കൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റിയിലോട്ട് പോകാം. ഓപ്പർച്യൂണിറ്റി ഓപ്പൺ ചെയ്യാം. ഓപ്പർച്യൂണിറ്റീസ് കണ്ടോ, നമുക്കിനി പുതിയൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു.
ബേസിക്കലി അതിനകത്ത് ഓപ്പർച്യൂണിറ്റി മൈ ടെസ്റ്റ് ഓപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ ക്രിയേറ്റ് ചെയ്തു. സം എമൗണ്ട് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, ക്ലോസ്ഡ് ഡേറ്റ് ഞാൻ ആഡ് ചെയ്തു. കാരണം ഇതൊരു മാനുവലി നമ്മൾ ആഡ് ചെയ്ത ഫീൽഡാണ്. ഇനി നമുക്ക് സ്റ്റേജ് ആഡ് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൻ്റെ മാൻഡേറ്ററി ഫീൽഡ്സ്. ഓപ്പർച്യൂണിറ്റി, കറൻസി, പ്രയോറിറ്റി, ദാറ്റ്സ് ഇറ്റ്. ഇനി ഞാൻ ഇതിനകത്ത് എക്സ്പയറേഷൻ ഡേറ്റ് എന്ന് പറയുന്ന സാധനം എനിക്ക് വേണ്ടത്. ഞാനത് മാനുവലി ആഡ് ചെയ്യുന്നില്ല, ഞാൻ ചുമ്മാ ഇത് സേവ് ചെയ്യാൻ പോവാണ്. ഇത് സേവ് ചെയ്ത് നമ്മൾ ഡീറ്റെയിൽസിലേക്ക് നോക്കിക്കഴിയുമ്പം നമുക്ക് എക്സ്പയറേഷൻ ഡേറ്റ് അത് കാണണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പേടിക്കണ്ട. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ലൈറ്റിങ് കുറച്ച് സ്ലോ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് റിഫ്രഷ് ചെയ്യാം, 1-2 പ്രാവശ്യം റിഫ്രഷ് ചെയ്യാം. എന്നിട്ട് ഡീറ്റെയിലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഫീൽഡ് നമുക്ക് കാണാൻ പറ്റേണ്ടതാണ്. സോ ക്ലോസ്ഡ് ഡേറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ, നമ്മൾ ഉദ്ദേശിച്ച ഡേറ്റ് വന്നിട്ടില്ല ഗൈസ്. നമുക്കൊന്നുകൂടെ റിഫ്രഷ് ചെയ്ത് നോക്കാം. ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇപ്പോഴും ഇല്ല. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ വേറെ ഓപ്ഷൻ ഉണ്ട്. നമുക്കൊന്നെങ്കിൽ ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്റ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്പെക്റ്റ് വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റിഫ്രഷിൻ്റെ ഓപ്ഷനിൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് 3 ഓപ്ഷൻസ് കാണാൻ പറ്റും. നോർമൽ, ഹാർഡ് റീലോഡ്, എംപ്റ്റി ക്യാഷ്. നമുക്കിതിനകത്ത് എംപ്റ്റി ക്യാഷ് ഞാൻ റീലോഡ് കൊടുത്ത് നോക്കാം. ഓക്കെ, എന്നിട്ടും വന്നില്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം. ഇതാ വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ എക്സ്പയറേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതെന്താ 22/7/2025, അതായത് ഇന്ന് മുതൽ 10ാമത്തെ ദിവസം. സോ ഇങ്ങനെയാണ് നമ്മൾ ഫോർമുല ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിൻ്റെ ബേസിസിൽ നമുക്കൊരു കസ്റ്റമർ നമ്മുടെ ഓപ്പർച്യൂണിറ്റിയുടെ ഒന്ന് റേറ്റ് ചെയ്യാം. ഉദാഹരണം ഇപ്പോൾ 10 lakhs മേലെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി എമൗണ്ട് എങ്കിൽ നമുക്കതിനെ ഹൈ ക്ലാസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി 10 lakhs താഴെയാണെങ്കിൽ നമുക്കതിനെ ലോ ക്ലാസ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ക്ലാസ് എന്ന് വിളിക്കാം. ഓക്കെ, അതായിരിക്കും നല്ലത്. സ്റ്റാൻഡേർഡും ഹൈയും അങ്ങനെ 2 തരം ഓപ്ഷൻസ് ഇടാം. അപ്പോൾ റിക്വയർമെൻറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മുടെ ഓപ്പർച്യൂണിറ്റിയുടെ എമൗണ്ട് എത്രയാണോ അത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റിയുടെ എമൗണ്ട് 10 lakhs മേലെയാണ് നമ്മളതിനെ ഹൈ എന്നും 10 lakhs താഴെയാണെങ്കിൽ നമ്മളതിനെ സ്റ്റാൻഡേർഡ് എന്നുമാണ് വിളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫോർമുല ഫീൽഡ് യൂസ് ചെയ്യാനുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാൻ ഫോർമുല ഫീൽഡ് യൂസ് ചെയ്തില്ല എങ്കിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന റെക്കോർഡുകൾക്കും ഇനി മുതൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന റെക്കോർഡുകൾക്കും എല്ലാം തന്നെ ഞാൻ മാനുവലി ഇതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് 1 by 1 ഞാൻ അതിൻ്റെ വാല്യൂ സെറ്റ് ചെയ്യണം. പക്ഷേ അതേസമയം ഞാൻ ഫോർമുല ഫീൽഡാണ് ചെയ്യുന്നതെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി റീകാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ആ ഡേറ്റ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനെന്ത് ചെയ്യാം, നമുക്ക് നേരെ സെറ്റപ്പിലേക്ക് പോകാം. ഒബ്ജക്റ്റ് മാനേജർ, ഇവിടെ നിന്ന് നമുക്ക് ഓപ്പർച്യൂണിറ്റി സെർച്ച് ചെയ്യാം. കാരണം ഓപ്പർച്യൂണിറ്റിയിലാണല്ലോ നമുക്ക് വേണ്ടത്. സോ ഫീൽഡ്സ് ആൻഡ് റിലേഷൻഷിപ്പിൽ വന്നു. ഇവിടെ നിന്ന് നമുക്ക് പുതിയൊരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടത് ഫോർമുല ഫീൽഡാണ്. അതിന് സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് എന്താ വേണ്ടത്, നമുക്കതിൻ്റെ ഹൈ ഓർ ലോ. ഇപ്പം നമുക്ക് ഞാൻ പ്രയോറിറ്റി എന്ന് പറയുന്ന ഒരു പേരാണ് ഈ ഫീൽഡിന് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് വരേണ്ടത്? നമുക്ക് വേണ്ടത് നേരത്തെ പോലെ ഡേറ്റ് അല്ല, കാരണം നമുക്ക് വേണ്ടത് ഒരു ടെക്സ്റ്റ് വാല്യൂ ആണ്. അതായത് എനിക്ക് വേണ്ടത് ഒന്നെങ്കിൽ ഹൈ അല്ലെങ്കിൽ ലോ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്. ഹൈ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ്, ഈ 2 വാല്യൂ ആണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ടെക്സ്റ്റ് കൊടുത്തു. ഇവിടുന്ന് ഞാൻ നെക്സ്റ്റ് എടുത്തു. ഓക്കെ, എനിക്ക് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, പ്രയോറിറ്റി നമുക്ക് ഓൾറെഡി അതിനകത്തുണ്ട്. സോ നമുക്ക് ഓപ്പർച്യൂണിറ്റി പ്രയോറിറ്റി എന്ന് കൊടുക്കാം. priority_op എന്ന് പറയുന്ന ഒരു ഫീൽഡ് നെയിം കൊടുക്കാം. ഇപ്പോൾ എനിക്ക് എറർ വരാനുള്ള കാരണം പ്രയോറിറ്റി എന്ന് പറയുന്നൊരു ഫീൽഡ് ഓൾറെഡി അതിനകത്തുള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റി പ്രയോറിറ്റി എന്ന് കൊടുക്കാം. ഓപ്പർച്യൂണിറ്റി പ്രയോറിറ്റി, പ്രയോറിറ്റി. ഓക്കെ, ഫൈൻ, ആൻഡ് നെക്സ്റ്റ്. ഓൾ റൈറ്റ്, ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ സെയിം പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഫീൽഡ് ഇൻസേർട്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഓപ്പറേറ്റേഴ്സിനെ ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് ഏത് വാല്യൂ ആണ് വേണ്ടത്? നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഓപ്പർച്യൂണിറ്റിയുടെ എമൗണ്ട് ആണ്, അല്ലേ? ഓപ്പർച്യൂണിറ്റി എമൗണ്ട് എത്രയാണോ അതിൻ്റെ ബേസിസിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. ഇവിടുന്ന് ഓപ്പർച്യൂണിറ്റി എമൗണ്ട് എടുക്കാം. ഓപ്പർച്യൂണിറ്റി ഉണ്ട്, എമൗണ്ട് ഉണ്ട്, ഹാവ്. സോ ഓപ്പർച്യൂണിറ്റി എമൗണ്ട് ഇൻസേർട്ട് ചെയ്തു. സോ ദിസ് ഇസ് മൈ എമൗണ്ട്. ഓക്കെ, ഇനി ഈ എമൗണ്ടിൻ്റെ വാല്യൂ എനിക്ക് ചെക്ക് ചെയ്യണം. എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? അത് 10 ലക്ഷത്തേക്കാൾ കൂടുതലാണോ എന്നാണ് എനിക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാനിത് 10 ലക്ഷത്തേക്കാൾ കൂടുതലാണോ എന്ന് ചോദിക്കണമെങ്കിൽ ഗ്രേറ്റർ ദാൻ, അത് കൂടുതലാണ്, അല്ലേ? ഗ്രേറ്റർ ദാൻ ഒരു ഇൻക്ലൂഡ്. അതായത് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് ഞാൻ 10 ലക്ഷം ഇൻക്ലൂഡഡ് ആവണോ വേണ്ടയോ? 10 ലക്ഷത്തിന് മേലോട്ട് വരുവാണെങ്കിൽ മാത്രം മതി. 10 ലക്ഷവും അതിന് താഴേക്കും ആണെങ്കിൽ, അങ്ങനെയാണ് എൻ്റെ കണ്ടീഷൻ എങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിത് ഗ്രേറ്റർ ദാൻ മാത്രം ആഡ് ചെയ്യാം.
അതായത് ഗ്രേറ്റർ ദാൻ 1 10 100 1000 10,000 ലക്ഷം 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിന് മേലെ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം ആയാൽ പോരാ, 10 ലക്ഷത്തിന് മേലെ വരണം. മിനിമം 10,01,000 അത്രയും പറയണം. എങ്കിൽ മാത്രമേ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവത്തുള്ളൂ. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് 10 ലക്ഷം ഇൻക്ലൂഡഡ് ആവണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കാം. ഓക്കെ, ഇതിന് പകരം നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് 10 ലക്ഷമോ അതിന് മുകളിലേക്കോ വാല്യൂ വരികയാണെങ്കിൽ, ഓക്കെ ഞാൻ വീണ്ടും പറഞ്ഞു എങ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ലോജിക്കൽ ഫംഗ്ഷനാണ്, യെസ് ഇഫ് ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഒരു ഇഫ് ഫംഗ്ഷൻ ആഡ് ചെയ്യാം. സോ തൽക്കാലം ഈ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ കിടക്കട്ടെ, ഞാൻ താഴേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ നമുക്ക് ഇഫ് ഫംഗ്ഷൻ ആഡ് ചെയ്യാം. നമ്മളിവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇഫ് ഫംഗ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്തു. സോ നമ്മൾ നോക്കിക്കോ, ഇഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം ഇഫ് എന്ന് എഴുതുക, ഇതിനകത്ത് ആദ്യമേ നമ്മുടെ ലോജിക്ക് എന്താണോ അതിവിടെ ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് ട്രൂ വാല്യൂ എന്താണോ അത് നെക്സ്റ്റ് കൊടുക്കുക ഒരു കോമ ഇട്ടിട്ട്. ഇനി ആ നമ്മുടെ കണ്ടീഷൻ തെറ്റിപ്പോവുകയാണെങ്കിൽ, അത് ഫോൾസ് വാല്യൂ ആണെങ്കിൽ എന്ത് പറയണം എന്നുള്ളത് ഇവിടെ പറയാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സിമ്പിളാണ്. അപ്പം എൻ്റെ ലോജിക്ക് എന്താണ്, ഇതാണ് എമൗണ്ടിൻ്റെ വാല്യൂ 10 ലാഖിന് മേലെയാണോ അല്ലയോ എന്നാണ് ഞാൻ നോക്കേണ്ടത്. സോ ദിസ് ഈസ് മൈ ലോജിക്. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തു, ഇവിടെ കൊണ്ടിട്ടു. ഓക്കെ, സ്പേസ് ഒക്കെ കളയാം നമുക്ക്. അതുപോലെ ഇതിനകത്ത് വരുന്ന സ്പേസ് നമുക്ക് റിമൂവ് ചെയ്യാം, അത്യാവശ്യം ഒന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, അതിനുശേഷം വാല്യൂ ട്രൂ ആണെങ്കിൽ എനിക്ക് എന്ത് വേണം, ഹൈ എന്ന് പറയുന്ന വാല്യൂ ആണ് അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതിനകത്ത് ഹൈ എന്ന് എഴുതി. നമുക്ക് ഡബിൾ കോട്ടും സിംഗിൾ കോട്ടും യൂസ് ചെയ്യാം. അപ്പം ഞാനിവിടെ ഹൈ എന്ന് എഴുതി. ഇനി ലോ ആണെങ്കിൽ, അതായത് 10 ലാഖിന് താഴെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡ് എന്നിട്ടു, ലോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഓക്കെ, അപ്പം 10 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ആ ഒരു ഫോർമുല ഫീൽഡ് നമുക്ക് ഹൈ എന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. 10 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് എന്ന് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സിൻടാക്സ് എറർ ഒന്നുമില്ല, വി ആർ ഗുഡ്. അപ്പം നമുക്ക് വീണ്ടും നെക്സ്റ്റ് കൊടുക്കാം. വിസിബിലിറ്റി സെറ്റ് ചെയ്തു, എല്ലാ പ്രൊഫൈലും ഞാൻ ആഡ് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു, എല്ലാ ലേഔട്ടിലും ആഡ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സേവ് ഇറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇന്ന് നമ്മുടെ ഓപ്പർച്യൂണിറ്റിയിലോട്ടൊന്ന് പോയി നോക്കാം. ഓപ്പർച്യൂണിറ്റീസ്. ഓൾറൈറ്റ്, നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, സോ എഡിറ്റ്. ഇപ്പോൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് കൊടുക്കാം. ഓക്കെ, എഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്കൊരു എമൗണ്ട് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ഞാനൊരു വലിയ എമൗണ്ടാണ് കൊടുത്തേക്കുന്നത്. എന്തായാലും ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മളത് സേവ് ചെയ്യണം. അപ്പോൾ നമുക്ക് സേവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് പറയണം, നമുക്ക് ഒരു പ്രയോറിറ്റി വേണം. ഇവിടെ നമുക്ക് പ്രയോറിറ്റി, ഞാൻ പറഞ്ഞില്ല നേരത്തെ നമുക്ക് ഓൾറെഡി പ്രയോറിറ്റി എന്ന് പറയുന്നൊരു ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ പ്രയോറിറ്റി എഡിറ്റബിൾ ആണ്. അതായത് നമ്മുടെ ഫോർമുല ഫീൽഡ് അല്ല. നമ്മുടെ ഫോർമുല ഫീൽഡിൻ്റെ പേര് ഓപ്പർച്യൂണിറ്റി പ്രയോറിറ്റി എന്നാണ് അല്ലേ. അപ്പം നമുക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യാം. അതായത് നിങ്ങളൊരു ഫീൽഡ് ആഡ് ചെയ്തിട്ട് അപ്പം തന്നെ നിങ്ങൾക്ക് വാല്യൂ കിട്ടിയില്ലെങ്കിൽ പേടിക്കണ്ട, 1-2-3 പ്രാവശ്യം റിഫ്രഷ് ചെയ്താൽ മതി. എന്നിട്ടും ആയില്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്കിതിനെ ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട്, എന്നിട്ട് ഇവിടുന്ന് നമ്മുടെ റിഫ്രഷ് ഓപ്പണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇവിടുന്ന് എംപ്റ്റി ക്യാച്ച് ചെയ്യാൻ്റെ ഹാർഡ് റീലോഡ് ഓപ്ഷൻ ഉണ്ട്, നമുക്കത് ചെയ്താൽ മതി. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് അപ്പം തന്നെ ആൻസർ കിട്ടണം, നമ്മുടെ വാല്യൂ അപ്പം തന്നെ റിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസിക്കൽ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് തൽക്കാലം നോക്കാം. ഓൾ റൈറ്റ്, നമ്മുടെ വാല്യൂ ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഡോണ്ട് വറി, ഇത് തന്നെ വന്നോളും, കുറച്ച് സമയം പിടിക്കും. സോ നമുക്കിപ്പോൾ തന്നെ വാല്യൂ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ക്ലാസിക്കൽ വേർഷനിലോട്ട് പോകാം. സോ സ്വിച്ച് ടു ക്ലാസിക്, എന്നിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി നോക്കാം. ഇവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ആഡ് ചെയ്യാം. പ്ലസ് സിമ്പിളുണ്ട് ഇവിടെ, ഇത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്പർച്യൂണിറ്റിക്കകത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ഡേറ്റയിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടല്ലോ. സി കണ്ടില്ലേ, നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഓപ്പർച്യൂണിറ്റി പ്രയോറിറ്റി എന്ന് പറയുന്നത് ഹൈ എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇനി ഞാൻ ഇതിൻ്റെ വാല്യൂ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിതൊന്ന് എഡിറ്റ് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഇതിൻ്റെ വാല്യൂ ഞാൻ കുറച്ച് വാല്യൂ ഇട്ടു, 10,000-ന് താഴെയായി. ഓക്കെ, ഇപ്പം ഞാനിത് സേവ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ വാല്യൂ കണ്ടോ സ്റ്റാൻഡേർഡിൽ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫോർമുല ഫീൽഡ് എന്നും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഒരു ഏകദേശം ഐഡിയ ഉണ്ടായെന്ന് വിചാരിക്കുന്നു. എനിക്കറിയാം ഫോർമുല ഫീൽഡിൽ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ലോജിക്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതെല്ലാം കൂടെ നമുക്ക് ഈ ഒരു യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫോർമുല ഫീൽഡിനെ കുറിച്ചും മറ്റ് ലോജിക്സുകളെക്കുറിച്ചും ലോജിക്കൽ ഓപ്പറേഷൻസിനെ കുറിച്ചും ഒക്കെ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കോംപ്രഹെൻസീവ് ലേണിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാം.
നിങ്ങൾക്ക് സെയിൽഫോഴ്സും ഈ പറഞ്ഞ നമ്മുടെ സെയിൽഫോഴ്സിലുള്ള ഡെവലപ്മെൻറ്റ് ആയാലും ഇൻ്റഗ്രേഷൻ ആയാലും എല്ലാ കൺസെപ്റ്റുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.